വെൽക്കം ടു അവർ ചാനൽ സുനിതാസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഗാർലിക് പറാത്തയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ല ഇതുണ്ടാക്കിയെടുക്കാൻ. മാവ് കുഴയ്ക്കുകയോ അതുപോലെ തന്നെ പരത്തുകയോ ഒന്നും തന്നെ വേണ്ട. വെറുതെ നമുക്ക് കോരി ഒഴിച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പറാത്തയുടെ റെസിപ്പിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതിന് വേണ്ടി 1 കപ്പ് പൊടിയാണ് വേണ്ടത്. അതായത് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ 1/2 കപ്പ് മൈദയും. അതല്ലാന്നുണ്ടെങ്കിൽ 1 കപ്പ് ഗോതമ്പ് പൊടി വെച്ച് തന്നെയും ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്, അല്ലെങ്കിൽ അരച്ച് ചേർക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരല്പം മല്ലിയില, ഉപ്പ്, ഇത്രയാണ് ഇതിന് ആവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്കിനി ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കട്ടാണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മാവ് കലക്കിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ തവിയായിട്ട് ഈ മാവ് കോരി ഒഴിച്ച് ദോശയ്ക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഓരോ വശങ്ങളും പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരല്പം ബട്ടറും കൂടെ ചേർക്കുക. ബട്ടറോ ഗീയോ ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ ഗാർലിക് പൊറോട്ട ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല. ഇങ്ങനെ തന്നെ പ്ലെയിനായിട്ട് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചട്നിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഗാർലിക് ചട്നിയാണ് നല്ല കോമ്പിനേഷൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുകയും വേണം. Thanks for watching, and don't forget to like, share, comment and subscribe. Sharing is caring.